ഇന്നൊരു നല്ല ദിവസമായിരുന്നു. മക്കൾക്കാർക്ക് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റപ്പോഴും കുറേ ലേറ്റായി. ഏതാണ്ട് ഒരു 8 മണി അടുപ്പിച്ചാണ് ഞങ്ങൾ എഴുന്നേറ്റത്. എഴുന്നേറ്റ് അവരവരുടെ പാട്ടിന് ഓരോരോ ജോലികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അടിയായി പിടിയായി അവർ ചേച്ചി അനിയത്തി തമ്മിൽ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം നമ്മൾ അടുക്കളയിലോട്ട് കയറി. ഞാൻ അടുക്കളയിലോട്ട് കയറി. ഉടനെ മക്കൾ 3 പേരും വന്നിട്ട് ഞങ്ങൾക്കും അടുക്കളയിൽ കയറണം, ഞങ്ങൾക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യണം, വല്ലപ്പോഴും അല്ലേ ഇങ്ങനൊരു അവസരം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ വന്ന അടുക്കളയിൽ എൻ്റെ കൂടെ കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത് ഭാഗ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ പപ്പയ്ക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പപ്പയ്ക്ക് വെച്ചിട്ടൊരു തോരൻ വയ്ക്കാമെന്ന്. അങ്ങനെ ഞാൻ അരിയാനായിട്ട് പിച്ചാത്തി കൈകൊണ്ട് എടുത്തതും ഭാഗ്യം എന്ന് പറയുകയാണ്, അമ്മ ഞാൻ അമ്മയ്ക്ക് പപ്പയ്ക്ക് ചെത്തി ഹെൽപ്പ് ചെയ്ത് തരാം, അമ്മ അത് അരിഞ്ഞൊക്കെ എടുത്തു, ചെത്തുന്നത് ഞാൻ ചെത്തി തരാമെന്ന്. പക്ഷെ അവൾ അരിയുന്നതിൻ്റെയൊക്കെ ആ കോപ്രായമൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വല്ലാതെ ചിരി വന്നു. എന്നാലും അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടെ അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. 2-3 പപ്പയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അംഗങ്ങൾ കൂടുതലാണ്. അപ്പം ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ തികയത്തില്ല. അപ്പോൾ ചെറിയ പപ്പായ ആയതുകൊണ്ട് തന്നെ 2-3 എടുക്കേണ്ടി വന്നു. അപ്പം അവൾ ചെത്തിക്കൊടുത്തു. പിന്നെ അവളുടെ ചേച്ചിയാണിത്. അവളെല്ലാം പീസായിട്ട് കട്ട് ചെയ്ത് തന്നു. അതിനിടയിൽ ഒരാൾ ഇവിടെ ഒന്നും അറിയാത്ത പാവത്തിൽ നിന്ന് പപ്പയ്ക്ക വാരി കഴിക്കുകയാണ്. അതിനകത്ത് ഒരു പപ്പയ്ക്ക കുറച്ച് പാകമായതായിരുന്നു, പഴുക്കാറായതായിരുന്നു, ഒരു കളറൊക്കെ വീണിട്ട്. അപ്പോൾ അവൾക്കത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊക്കെ വാരി കഴിക്കുന്നതിൻ്റെ ഒരിതാണ് അവളിപ്പോൾ കാണിക്കുന്നത്. ഇത് അരിഞ്ഞിട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം, ഒരു പപ്പയ്ക്ക് കുറച്ച് പഴുത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും കൂടെ കറി വയ്ക്കാൻ നേരത്ത് അത് മാറ്റിക്കഴിഞ്ഞാൽ തികയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനെ പീസായിട്ട് കട്ട് ചെയ്ത് മറ്റേതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ടിയുണ്ടായിരുന്നു, ഒത്തിരി പഴുത്തു പോയതല്ല, പക്ഷെ കളറുണ്ടായിരുന്നു അതിന്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചു. എന്നിട്ട് എണ്ണ വീത്തി കടുക് പൊട്ടിച്ച് നമ്മുടെ പപ്പായ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഉപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനായിട്ടുള്ള ചേരുവകളായിട്ടുള്ള ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് നമ്മുടെ ഈ പപ്പായയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം കൊണ്ട് അടച്ചു വെച്ചിട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് തോരനായിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഇന്ന് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. ചമ്മന്തിയോടൊപ്പം മറ്റൊരാൾക്ക് മുളക് വറുത്തത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് മുളക് കിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുളക്, ചമ്മന്തി, തൈര്, പപ്പയ്ക്ക, പിന്നീട് പപ്പടം, അച്ചാർ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നമുക്ക് മീനിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, മീനോ ഇറച്ചിയോ ഇല്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ്. ഒത്തിരി ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ മീൻ കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നതിൽ. നിങ്ങളൊരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണിത്. പക്ഷേ ഇപ്പം നമുക്കത് കഴിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലൊക്കെയാണ്. നിങ്ങളും മസ്റ്റായിട്ടൊന്ന് കഴിച്ച് നോക്കിയേക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.